ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കുക്കറിൽ ചോറ് വയ്ക്കുന്ന പലർക്കും അറിയാത്ത കിടിലൻ ഒരു ഐഡിയ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സ് ആണെന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് കറ്റാർ വാഴയും തുളസിയും വെച്ചിട്ട് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കറ്റാർ വാഴ ഫ്രഷ് ആയിട്ട് ഞാനൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ആയിട്ട് നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നിന്നും ഒരു മഞ്ഞ ദ്രാവകം വരും. അത് മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മാത്രമല്ല, നമ്മൾ ആ മഞ്ഞ ജെല്ലോട് കൂടെ എടുക്കുകയാണെങ്കിൽ അലർജി കാര്യങ്ങൾ ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആ മഞ്ഞ ജെല്ലൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. കടയിൽ നിന്നും ജെല്ലൊന്നും വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ അതിലുള്ള ജെല്ലൊക്കെ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പിടി തുളസി ഇല ഫ്രഷ് ആയിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചും കൂടെ എടുക്കാം. ഇതിന്റെ ഡസ്റ്റ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിലുള്ള ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനെല്ലാം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ബേസാണ് കേട്ടോ. അത് മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ടി വരില്ല, ചെറിയൊരു പീസ് മാത്രം മതിയാവും. സോപ്പ് ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള പിയർ സോപ്പോ ഡവ് സോപ്പോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ സോപ്പ് ബേസ് ഉള്ളതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. അപ്പം ഞാൻ ഇത്രയും പോകുന്നൊരു പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കത് മെൽറ്റ് ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോപ്പ് ബേസ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ സോപ്പ് ബേസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കരുത്. ഡബിൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പ് ബേസ് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് മെൽറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾ സോപ്പാണ് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഞാനെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞു വരുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ പതയൊക്കെ മുകളിലേക്ക് വരും. അത് നമുക്കൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഹീറ്റാക്കി എടുക്കുന്ന സമയത്ത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ. ഉള്ള സോപ്പ് മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സോ നമ്മളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കിണ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് കഴുകുന്ന സമയത്ത് പതയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂമോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, എസെൻഷ്യൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ സോപ്പാണ്. സെയിം കറ്റാർ വാഴയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്കൊക്കെ യാതൊരു പേടിയും കൂടാതെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ക്യാബേജൊക്കെ നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അത് കത്തി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല പാടാണല്ലേ. എല്ലാം ഒരേ രീതിയിൽ നമുക്ക് സ്ലൈസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതുപോലൊരു പീലർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ ഒരേ രീതിയിൽ നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന സമയത്തും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണുന്നുണ്ടല്ലോ. വളരെ പെട്ടെന്ന് നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എല്ലാം ഒരേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്.
പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നടുവ് മുറിച്ചിട്ട് പീൽ ചെയ്തെടുക്കരുത്. ഈ രീതിയിൽ തന്നെ പീൽ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ സദ്യക്കൊക്കെ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര ക്യാബേജ് ഉണ്ടെങ്കിലും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ വലിപ്പത്തിലും തിന്നായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും നമ്മളുടെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഒന്ന് തന്നെയാണ് കുക്കർ. വീട്ടമ്മമാർക്കൊക്കെ ഇതില്ലെങ്കിൽ ഒന്നത്തെ ദിവസം തന്നെ പോക്കാണെന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള കുക്കറിലൊക്കെ നമ്മൾ ചോറ് പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ തന്നെ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ വിസിലായാലും വാസറായാലും കുക്കറിൻ്റെ മൂടിയായാലും അതിൻ്റെ വിസിൽ വെക്കുന്ന സ്ഥലത്തുള്ള ഹോൾസിൽ അടപ്പുകളുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ നോക്കുന്നത് വിസിലാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ബ്ലോക്കൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ വെള്ളം മുഴുവനായിട്ടും ഇതുപോലെ പോകുന്നില്ലെങ്കിൽ ആ ഗ്യാപ്പിൽ ചെറിയ ഫുഡ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ടൂത്ത് പിക്കോ ചെറിയൊരു കമ്പിയോ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലോക്കൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിസിൽ വരാതിരിക്കാനുള്ള ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ വാസർ. വാസർ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വിസിലൊക്കെ വരികയും ചെയ്യും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സേഫ്റ്റി വാൽവ് ആണ്. അതിലൂടെ ആവി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡൊന്നും പെട്ടെന്ന് കുക്കായിട്ട് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വാങ്ങിച്ചിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അത് കടയിലൊന്നും കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ വിസിലിൻ്റെ ഹോളിലും ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഒരു ബ്ലോക്കും ഇല്ലാതെ നന്നായിട്ട് തന്നെ വെള്ളം ഫ്ലുവൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുക്കർ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇനി നമുക്ക് കുക്കർ ഉപയോഗിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ റൈസ് ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റൈസാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു 5 ലിറ്റർ കുക്കറിൽ 1 കിലോ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ ഈ വൈറ്റ് റൈസസ് ഒക്കെ കാണുന്നുണ്ടാവില്ലേ, അപ്പോൾ അതൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ റേഷൻ അരി എടുക്കുന്ന സമയത്ത് നല്ല കളർ കിട്ടാനും അതുപോലെ തന്നെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനും കുറച്ച് കല്ലുപ്പും ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറും അതുപോലെ തന്നെ സ്മെല്ലൊന്നും ഇല്ലാതെ കടയിൽ നിന്ന് വാങ്ങിയ അരി പോലെ തന്നെ നമുക്ക് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ചുടുവെള്ളം ഒഴിച്ചിട്ട് ആ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കുക്കറിൽ ചോറ് വയ്ക്കുന്ന പലർക്കും അറിയാത്തൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. പലരും കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് പാകത്തിന് വെള്ളം വെച്ചിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഷുഗർ കൂടാനുള്ള വലിയൊരു ചാൻസ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അരി എത്രയാണോ എടുക്കുന്നത് അതിനേക്കാളും 10 മടങ്ങ് വെള്ളം എടുത്തിട്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ വിസിലൊന്നും വരാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കലത്തിൽ നമ്മൾ എങ്ങനെയാണ് ചോറ് ഉണ്ടാക്കി എടുക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ ആ വിസിലൊന്ന് മാറ്റിയിട്ടുണ്ട്. ആവി ഒന്ന് ജസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ആ വെയിറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ കുക്കറൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ആവി വരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ആകുമ്പോൾ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ആവിയൊക്കെ നമ്മളുടെ വിസിലിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് അതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി. തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഗ്യാസും അധികം ചിലവാവില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും. നല്ല വേവുള്ള മട്ടരിയൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം നമ്മളൊരു 2 മണിക്കൂർ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു കാസറോളിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് എപ്പോഴും കലത്തിലൊക്കെ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ എങ്ങനെയാണോ വാർത്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വാർത്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചോറിലുള്ള സ്റ്റാർച്ച് കുറേയൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വാർത്തെടുക്കുന്നുണ്ട്. കുക്കറിൽ നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അത് പിന്നെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഒഴിവാക്കുക ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വാസറും വിസിലൊന്നും ഊരി കൊടുത്തതിന് ശേഷം കുക്കറിൽ തന്നെ നമുക്ക് ചോറ് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറേ പാത്രങ്ങളൊന്നും നമ്മൾ വേസ്റ്റായി പരത്തി ഇടേണ്ട ഒരു ആവശ്യവുമില്ല. ഈ ഒരു കുക്കർ മാത്രം മതിയാവും നമുക്ക് ചോറ് വയ്ക്കാനും ചോറ് വാർത്തെടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ഈ രീതിയിലൊരു
പാത്രത്തിലേക്ക് ഈ കുക്കറിനൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കലത്തിലുണ്ടാക്കിയ റൈസ് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾ ചില സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര തന്നെ ചോറ് പെർഫെക്റ്റ് ആയിട്ട് ഊറ്റിയെടുത്താലും ചെറുതായിട്ടൊരു വെള്ളമയം പോലെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഗ്യാസ് ഒന്ന് ചൂടാക്കി സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2, 3 സെക്കൻഡ് ഒന്ന് ആ പാത്രം ചോറോട് കൂടെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് ചോറ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ വറുത്തെടുത്തപ്പോൾ വെള്ളമൊന്നുമില്ല ട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നൊന്നിനോട് ഒട്ടാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുമ്പോൾ അതിലുള്ള ആവി നന്നായിട്ട് ചൂടായിട്ട് ഈ ഹോളിലൂടെ ഇങ്ങനെ വരുന്നത് കാണാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മുട്ട മിക്സ് ആക്കാൻ വെച്ചിട്ടുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോകും. അതുപോലെ ഒരു 2-3 സെക്കൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം ആ ആവി വന്നിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചല്ലോ. നമ്മളെ മക്കളെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഇതുപോലെ സ്റ്റീലിൻ്റെ ഉണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യരുത് കേട്ടോ. സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ആവി കയറ്റിയതിന് ശേഷം ഒന്ന് എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സ്കൂൾ തുറക്കുന്ന സമയത്തായാലും നല്ല ഫ്രഷ് സ്മെല്ല് തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ എല്ലാവരും ആ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽ എത്ര തന്നെ കഴുകിയാലും ഒരു സ്മെല്ല് അതിലുണ്ടാവില്ല. വിനാഗിരിയുടെയും അച്ചാറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഗ്യാസ് ചിലവോ ഒന്നും തന്നെ ഇല്ല. വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ കുക്കർ ചൂടുള്ള സമയങ്ങളിൽ ഇതുപോലെ ആവിയൊക്കെ വരുന്ന സമയങ്ങളിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.